ഹലോ, റിനു രംരാജിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ മുടിയുടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചാണ്. നല്ല അഴകാർന്ന മുടി എല്ലാവരുടെയും സ്വപ്നമാണ്. എന്നാൽ മുടിയുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മളിൽ പലരും അത്ര ശ്രദ്ധാലുക്കളല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിന് ആദ്യം മുടി എന്താണെന്ന് നമ്മൾ അറിയണം. സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള പ്രോട്ടീൻ്റെ പുറത്തേക്കുള്ള വളർച്ചയാണ് രോമം. ത്വക്കിൻ്റെ ഏറ്റവും ഉൾഭാഗത്തുള്ള ഡെർമിസിൽ നിന്ന് തുടങ്ങി രോമകൂപങ്ങളിലൂടെ ത്വക്കിൻ്റെ പുറംഭാഗമായ എപ്പിഡെർമിസിലൂടെ മുടി പുറത്തേക്ക് വളരുന്നു. വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ എന്നിവ മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. ഇതിലേതെങ്കിലും ഒന്നിൻ്റെ അഭാവം മുടി കൊഴിച്ചിലിന് കാരണമാകുന്നു. മുടിയുടെ വളർച്ചയെ ഒരു ചെടിയുമായി പല കാര്യങ്ങളിലും താരതമ്യപ്പെടുത്താം. ഒരു വിത്ത് മുളച്ച് നല്ലൊരു ചെടിയായി വളരണമെങ്കിൽ ആവശ്യത്തിന് ജലവും ലവണവും സൂര്യപ്രകാശവും ലഭ്യമാകണം. വളർച്ചയുടെ ഓരോ ഘട്ടവും പ്രധാനമാണ്. ഏതെങ്കിലും സൂക്ഷ്മാണുക്കളോ കീടങ്ങളോ ചെടിയെ ഉപദ്രവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുകൊണ്ടുതന്നെ അതിന് ഡെയിലി കെയർ കൊടുക്കേണ്ടത് ആവശ്യമാണ്. മുടിയുടെ കാര്യവും അങ്ങനെ തന്നെ. നന്നായി വെള്ളം കുടിക്കുക, പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുക, ദിവസവും കുളിക്കുക, ഇളം വെയിൽ കൊള്ളുക എന്നിവയെല്ലാം ശ്രദ്ധിച്ചാലേ മുടിക്കും ആരോഗ്യമുണ്ടാകൂ. മുടിക്ക് എന്തെങ്കിലും അനാരോഗ്യം ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ നമ്മളിൽ പലരും ആദ്യം ചെയ്യുക പ്രത്യക്ഷമാകുന്ന ലക്ഷണങ്ങൾ വെച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക എന്നതാണ്. ചിലപ്പോൾ കാണുന്ന റിസൾട്ട് നമ്മെ വീണ്ടും ടെൻഷനാക്കും. ടെൻഷൻ വന്നാൽ വീണ്ടും മുടി കൊഴിയും. ചിലർ എല്ലാ മുടികൊഴിച്ചിലിൻ്റെയും കാരണം താരനാണെന്നു കരുതി താരൻ മാറാനുള്ള ടിപ്പ് യൂട്യൂബ് നോക്കി പരീക്ഷിക്കും. അങ്ങനെ ചെറുനാരങ്ങ, ഉലുവ എന്നിവ ഡയറക്റ്റായി അപ്ലൈ ചെയ്ത് ഉള്ള മുടിയും കളഞ്ഞവരുമുണ്ട്. നമ്മുടെ ആരോഗ്യം വെച്ച് ഒരു പരീക്ഷണം നടത്താതിരിക്കുന്നതാണ് നല്ലത്. മുടികൊഴിച്ചിലുണ്ടാകുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഒരു ഡോക്ടറെ കാണുകയാണ്. ബ്ലഡ് ടെസ്റ്റിലൂടെ അനീമിയ, തൈറോയിഡ്, വൈറ്റമിൻ ഡെഫിഷ്യൻസി തുടങ്ങി മുടികൊഴിച്ചിലുമായി ബന്ധപ്പെട്ട ഏത് അസുഖമുണ്ടെങ്കിലും പെട്ടെന്ന് കണ്ടുപിടിക്കാം. ചിലർ തലയിൽ കാണുന്ന വെള്ളപ്പൊടി പോലുള്ളതെല്ലാം താരനാണെന്ന് തെറ്റിദ്ധരിക്കും. തലയിൽ താരനല്ലാതെയും പല ഫംഗസ് ബാധകളും ഉണ്ടാകാം. അതുകൊണ്ടുതന്നെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മുടിയുടെ ആരോഗ്യം ഉറപ്പാക്കാം എന്ന് നോക്കാം. നന്നായി വെള്ളം കുടിക്കുക. വെള്ളമില്ലാതെ ശരീരത്തിലെ ഒരവയവത്തിനും പ്രവർത്തിക്കാനാകില്ല. ദിവസവും കുറഞ്ഞത് 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം. എത്ര വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് കഴിച്ചാലും ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിൽ പ്രതീക്ഷിച്ച ഫലം ലഭിക്കില്ല. അതുകൊണ്ടുതന്നെ മുടികൊഴിച്ചിലില്ലാതിരിക്കാനും മുടിയുടെ ആരോഗ്യം ഉറപ്പാക്കാനും നന്നായി വെള്ളം കുടിക്കുക തന്നെ ചെയ്തിരിക്കണം. നമ്മളിൽ ഭൂരിഭാഗം പേരും 3 നേരവും അരിഭക്ഷണമാണ് പ്രധാനമായും കഴിക്കുന്നത്. മറ്റുള്ളവ അതിന് സൈഡായി പേരിന് മാത്രം കഴിക്കും. എന്നാൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. കൂടുതൽ അരിഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ഫാറ്റ് കൂടുകയേ ഉള്ളൂ. അരിഭക്ഷണം കുറച്ച് ഫ്രൂട്ട്സ്, പച്ചക്കറി, ഡ്രൈ നട്ട്സ്, മുട്ട, പാൽ, മീൻ, പയറുവർഗ്ഗങ്ങൾ എന്നിവ കൂടുതൽ കഴിക്കുകയാണ് ചെയ്യേണ്ടത്. ഗർഭാവസ്ഥയിലും പ്രസവാനന്തരവും ചിലർക്ക് മുടികൊഴിച്ചിൽ രൂക്ഷമാവാറുണ്ട്. ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യപൂർണ്ണമായ വളർച്ചയ്ക്കാവശ്യമായ പോഷകങ്ങൾ രക്തത്തിലൂടെ അബ്സോർബ് ചെയ്യുന്നതിനാൽ കൂടുതൽ വൈറ്റമിൻ ശരീരത്തിനാവശ്യം വരുന്നു. പോഷകസമൃദ്ധമായ ഭക്ഷണത്തോടൊപ്പം കാൽസ്യം, അയേൺ ഗുളികകൾ ഗർഭാവസ്ഥയിലും പ്രസവശേഷവും കഴിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. മുലയൂട്ടുന്ന കാലമത്രയും ഇവ കഴിക്കുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും നല്ലതാണ്. എന്നാൽ നമ്മളിൽ പലരും അങ്ങനെ ചെയ്യാറില്ല. ഇന്നത്തെ കാലത്ത് ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ ഇടയ്ക്കിടെ കംപ്ലീറ്റ് ബോഡി ചെക്കപ്പ് നല്ലതാണ്. ഷുഗർ, കൊളസ്ട്രോൾ, BP എന്നിവയോടൊപ്പം തൈറോയിഡ്, അനീമിയ, വൈറ്റമിൻ ഡെഫിഷ്യൻസി എന്നിവ കൂടി ചെക്ക് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. മറ്റൊരു കാര്യമാണ് ചീപ്പ്, തോർത്ത് എന്നിവ ഉപയോഗിക്കുന്ന രീതി. വളരെ അശ്രദ്ധാപൂർവമാണ് ഇക്കാര്യം എല്ലാവരും കൈകാര്യം ചെയ്യുന്നത്. ഒരു വീട്ടിലുള്ളവർ എല്ലാവരും ഒരേ ചീപ്പും ഒരേ തോർത്തുമായിരിക്കും ഉപയോഗിക്കുക.
പുറത്ത് എവിടെയെങ്കിലും പോയാൽ അവിടെ കാണുന്ന ചീപ്പും തോർത്തും ഉപയോഗിക്കും. എന്നാൽ താരൻ തുടങ്ങി പല ഫംഗസ് രോഗങ്ങളും ചീപ്പ്, തോർത്ത് എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ പകരും. അതുകൊണ്ട് ചെയ്യേണ്ടത് എന്താണ്? തോർത്ത്, ചീപ്പ് എന്നിവ സ്വന്തമായി തന്നെ ഉപയോഗിക്കുക. തലയിണയുടെ ഉപയോഗവും അങ്ങനെ തന്നെ. ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന പില്ലോ കവർ മാറ്റേണ്ടത് അത്യാവശ്യമാണ്. തുടർച്ചയായി ഒരേ പില്ലോ കവർ തന്നെ ഉപയോഗിക്കുന്നത് ചൊറിച്ചിലിനും താരനും കാരണമാകും. അത് മുടികൊഴിച്ചിലിലേക്ക് നയിക്കുന്നു. മുടി രാത്രി പിന്നിയിട്ട് കിടന്നാൽ വേഗം വളരുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. മുടി കെട്ടിവെച്ചാലും പിന്നിയിട്ടാലും മുടിയുടെ വളർച്ചയെ ബാധിക്കില്ല. ഉറങ്ങുമ്പോൾ മുടി അഴിച്ചിട്ടു കിടന്നാൽ മുടി കൊഴികെട്ടാനും പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട്. രാത്രി കിടക്കുമ്പോൾ മുടി അധികം മുറുകെ പിന്നിയിടരുത്. ഇതും മുടിക്ക് ദോഷം ചെയ്യും. താരൻ പോലുള്ള ഫംഗസ് ബാധയ്ക്ക് ഡോക്ടർ ഷാംപൂ പോലുള്ളവ പ്രിസ്ക്രൈബ് ചെയ്താലും അത് താൽക്കാലിക ആശ്വാസം നൽകുക മാത്രമേ ചെയ്യൂ. ഷാംപൂവിലെല്ലാം തന്നെ കുറഞ്ഞതോ കൂടിയതോ അളവിൽ കെമിക്കൽസ് അടങ്ങിയിരിക്കും. അവയുടെ തുടർച്ചയായ ഉപയോഗം മുടിയുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കും. അത് മുടി പൊട്ടിപ്പോകുന്നതിന് കാരണമാകും. ചെമ്പരത്തിത്താളി, മരത്താളി, കുറുന്തോട്ടി, മൂടില്ലാത്താളി എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ ഒരു പരിധിവരെ താരനും അതുകൊണ്ടുള്ള ചൊറിച്ചിലിനും ആശ്വാസം കിട്ടും. ഇത്തരം താളി ഉപയോഗിക്കുന്നതിലൂടെ ഉള്ളില്ലാത്ത മുടിക്കും ഉള്ളുള്ളതായി തോന്നും. അതുകൊണ്ട് തന്നെ പലരും ഇന്ന് ഇത് ഉപയോഗിച്ച് വരുന്നതായി കാണുന്നു. അതുപോലെ തന്നെ മൈലാഞ്ചി പേസ്റ്റ് ഒരു അത്ഭുത മരുന്നാണ്. മൈലാഞ്ചി ഇല അല്പം വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുത്ത് തലയിൽ തേച്ചു പിടിപ്പിക്കുക. അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുക. പെട്ടെന്ന് തന്നെ തലയിലെ ചൊറിച്ചിൽ മാറിക്കിട്ടും. താരൻ മാറാനും ഇത് വളരെ നല്ലതാണ്. മൈലാഞ്ചി രോഗകാരികളായ തലയിലെ അണുക്കളെ പെട്ടെന്ന് തന്നെ നശിപ്പിക്കുന്നു. ചിലർക്ക് സംശയമുണ്ടാകും മുടി വല്ലാതെ ചുവന്നു പോകുമോ എന്ന്. എന്നാൽ മുടി ചുവക്കുകയൊന്നുമില്ല. പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുകയും ചെയ്യും. വെളിച്ചെണ്ണ തേക്കുന്നതാണ് താരന് കാരണമെന്നൊരു ധാരണ ഒരുപാട് പേർക്കുണ്ട്. ഇത് തികച്ചും തെറ്റാണ്. വെളിച്ചെണ്ണ അണുബാധ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. നല്ല അഴകാർന്ന മുടിക്ക് കാച്ചിയ എണ്ണ തേക്കുന്നതാണ് നല്ലത്. ഇത് മുടിക്ക് നല്ല മണവും കറുപ്പു നിറവും നൽകുന്നു. കാച്ചുന്ന എണ്ണയിൽ കഞ്ഞെണ്ണി, കറിവേപ്പില, മൈലാഞ്ചി, ചിറ്റാമൃത്, ചെമ്പരത്തിയില, ചെമ്പരത്തിപ്പൂവ്, നെല്ലിക്ക, കറ്റാർവാഴ, കീഴാർ നെല്ലി, മൈലാഞ്ചി എന്നിവ ചേർക്കുന്നത് ഉത്തമമാണ്. മൈലാഞ്ചി തലയ്ക്ക് തണുപ്പ് പ്രദാനം ചെയ്യുന്നു. താരൻ, ചൊറിച്ചിൽ എന്നിവ മാറ്റുന്നു. മുടിയെ ശക്തിപ്പെടുത്തുകയും മുടിയുടെ അറ്റം പിളരാതിരിക്കാനും മൈലാഞ്ചി സഹായിക്കും. കറ്റാർവാഴ മുടിയിഴകൾ വൃത്തിയാക്കാനും താരൻ മാറാനും ഉപയോഗിക്കാം. കറ്റാർവാഴയുടെ മഞ്ഞക്കറ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലെ ജെല്ലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതാണ് നീലാമരി. നീലാമരി മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും അകാല നര തടയാനുമായി നമ്മൾ ഉപയോഗിക്കുന്നു. കാച്ചുന്ന എണ്ണയിൽ ഇതിൻ്റെ ഇല അരച്ചു ചേർക്കുകയോ അല്ലെങ്കിൽ അമരിയിലയുടെ പൊടി ചേർക്കുകയോ ആണ് ചെയ്യുന്നത്. ഇതാണ് കഞ്ഞെണ്ണി, കയ്യോന്നി, കഞ്ഞെണ്ണ എന്നിങ്ങനെ കൂടി ഇതിന് പേരുണ്ട്. ഇത് മുടിക്ക് വളരെ നല്ലതാണ്. ഇതിൻ്റെ ഇലയുടെ നീരാണ് ഉപയോഗിക്കുന്നത്. ഇത് കറിവേപ്പില. തലയോട്ടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും മുടി മൃദുവും തിളക്കമുള്ളതുമാകുന്നതിനും കറിവേപ്പില ഉപയോഗിക്കാം. പ്രോട്ടീൻ, വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, കാൽസ്യം, അയേൺ എന്നിവ ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് പച്ചയ്ക്ക് ചവച്ചു തിന്നുന്നതും നല്ലതാണ്. നെല്ലിക്കയിൽ ജീവകം സി ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ദിവസം ഒരു നെല്ലിക്ക വീതം കഴിക്കുന്നത് മുടിക്ക് നല്ലതാണ്. കാച്ചുന്ന എണ്ണയിലും നെല്ലിക്ക അരച്ചു ചേർക്കുന്നത് കാണാറുണ്ട്. ഇനിയും ഒത്തിരി കാര്യങ്ങൾ മുടിയുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ആരോഗ്യവും സന്തോഷവുമാണ് ഞങ്ങളുടെയും സന്തോഷം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.